ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഓർമ്മച്ചപ്പിൽ അമേരിക്കൻ ഉറുഗ്വ എഴുത്തുകാരി ഇസബെൽ ഫൊൻസെക്ക, അവിടെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവലാണ് ബുറി മീ സ്റ്റാൻഡിങ്. എന്നെ നിർത്തി കുഴിച്ചിടും, അതാണ് അതിൻ്റെ അർത്ഥം. ബുറി മീ സ്റ്റാൻഡിങ്. ഇത് കിഴക്കൻ യൂറോപ്പിലെ ജിപ്സികളുടെ കഥയാണ് കഥാകാരി പറയുന്നത്. ജിപ്സികളെ സംബന്ധിച്ച് രണ്ടാം ലോകയുദ്ധത്തിൽ ജൂതർ നാസികളിൽ നിന്ന് വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ജൂതന്മാർ. അതേപോലെ തന്നെ മറ്റൊരു വർഗമാണ് ജിപ്സികളും നാസികളിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ അനുഭവിച്ച ആ ക്രൂരതകൾ അവരുടെ ജിപ്സികളുടെ കഥ വരച്ച് കാണിക്കുകയാണ്, വളരെ ഹൃദയഹാരിയായി വരച്ച് കാണിക്കുകയാണ് ഇസബെൽ ബുറി മീ സ്റ്റാൻഡിങ്. ബുറി മീ സ്റ്റാൻഡിങ്, എന്നെ നിർത്തി കുഴിച്ചിടൂ, അല്ലെങ്കിൽ ഞാൻ മുട്ടുകുത്തിയാണ് ജീവിതകാലം മുഴുവൻ കഴിയുന്നത് എന്നുള്ള ജിപ്സികളുടെ ഒരു പഴഞ്ചൊല്ല്. ജിപ്സികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജീവൻ തന്നെ സംഗീതവും നൃത്തവുമാണ്. അവരുടെ ജീവിത യാതനകൾ അലച്ചിലാണ്. അലച്ചിൽ നിന്നാണ് അവർ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒഴുക്ക് മുറിഞ്ഞ ജലം പോലെയാണ്. ഇന്ന് അവർ ഗൃഹാതുരത്വത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് കഥാകാരി പറയുന്നത്. ഈ ജിപ്സികളുടെ അല്ലെങ്കിൽ നാടോടികളുടെ ഒറിജിൻ എവിടെ നിന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലാണ്. ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ് ഇവിടങ്ങളിലാണ് ജിപ്സികൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നതെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പടയോട്ടത്തിൽ ഏതാണ്ട് 2 ലക്ഷത്തിലധികം ജിപ്സികളെ പിടിച്ചുകെട്ടി കൊണ്ടുപോയെന്നാണ് ആ ചരിത്രത്തിൽ പറയുന്നത്. മുഹമ്മദ് ഗസ്നിയുടെ പടയോട്ടം. അപ്പോൾ അവരുടെ ജിപ്സികളുടെ നീറുന്ന പ്രശ്നങ്ങൾ വരച്ചു കാണിക്കുന്ന ഒരു നോവലാണ് ബുറി മീ സ്റ്റാൻഡിങ്. ഇസബെൽ ഫൊൻസെക്ക 1961 ജനിച്ചത് ന്യൂയോർക്കിൽ. അവരുടെ അച്ഛൻ ഉറുഗ്വേക്കാരനായ ഒരു ശില്പിയാണ്. അമ്മ എലിസബത്ത് അമേരിക്കൻകാരിയാണ്. ഇതാണ് ഇസബെൽ ഫൊൻസെക്ക. നന്ദി, നമസ്കാരം.